അവസാനം DAയിൽ തീരുമാനമായി. എന്താ തീരുമാനം? കൊടുക്കാനല്ല, ലയിപ്പിക്കാൻ എന്നാണ് ഇപ്പോൾ അകത്തളങ്ങളിൽ നിന്നുള്ള കരക്കമ്പി വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഔദ്യോഗികമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ സെക്രട്ടേറിയറ്റിനകത്തും ചില കരക്കമ്പികളൊക്കെ ഉണ്ടല്ലോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ പിന്നെ പൊതുഭരണ വകുപ്പിലും ഒക്കെ കുറച്ച് കരക്കമ്പികളും അത്യാവശ്യം എർത്തുകളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവർ തരുന്ന കുഞ്ഞു കുഞ്ഞു വിവരങ്ങളാണ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുക. അത്രയല്ലേ പറ്റുള്ളൂ. ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചോളം, ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ 2 വർഷം ജേർണലിസം പഠിച്ചതാണ്, സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറ്റൂ. ഒരു ഹിൻഡ് വെച്ചുകൊണ്ടേ നമുക്ക് ഊതി തീ ഒരു കാറ്റിൽ ഊതിയ തീ ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് വിവരങ്ങൾ ഇങ്ങനെ സർക്കാർ അവരുടെ തീരുമാനം ഇങ്ങോട്ട് എടുത്ത് തരുമോ? ഇല്ലല്ലോ. പത്രത്തിൽ വന്നാലേ നമ്മൾ അറിയാൻ പറ്റും. പക്ഷേ വരുന്നതിന് മുമ്പ് നമ്മൾ അടുക്കുന്ന ചില സോഴ്സുകളൊക്കെ ഉണ്ടേ. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല നിലയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ DA ലയിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ ലയിപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് വലിയ നഷ്ടം വരും. ആ നഷ്ടം വന്നാലും അങ്ങനെ ചെയ്യാൻ സർക്കാരിനിപ്പോൾ അവസ്ഥയുള്ളൂ. നേരത്തെ DA കൊടുത്തുകൊണ്ടിരുന്നത് കൃത്യസമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ ആ DAയുടെ എഫർട്ട്, എന്തിനാണോ DA കൊടുക്കാനൊരു എഫർട്ടുണ്ട്, അത് പരിഹരിക്കാൻ കഴിയും. ഇത് പലിശയ്ക്ക് ഇട്ടിരിക്കും പോലെ അല്ലെങ്കിൽ FDയിൽ ഇട്ടിരിക്കും പോലെ ഒന്നിച്ച് പണം കിട്ടിയത് കൊണ്ട് പ്രയോജനമില്ല. അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യില്ല. ആളുകൾക്ക് സന്തോഷമായിരിക്കും ഗവൺമെൻറ് കിടന്നിട്ട് ഒന്നിച്ച് കിട്ടിയല്ലോ. പക്ഷേ ആ സന്തോഷമല്ല വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് 6 മാസത്തിലൊരിക്കൽ ഓരോ ഉദ്യോഗസ്ഥനും സന്തോഷിച്ച് അവൻ്റെ ഊർജ്ജം കൂട്ടി, ശരീരത്തിൻ്റെ ആരോഗ്യം കൂട്ടി, കുടുംബത്തിൻ്റെ ആരോഗ്യം കൂട്ടി, മാനസികാരോഗ്യം കൂട്ടി, അങ്ങനെ വീണ്ടും 6 മാസം കഴിയുമ്പോൾ ഫ്രഷായി നല്ല ഫുഡെല്ലാം കഴിച്ച്, DA ഒക്കെ വാങ്ങി നല്ല ഫുഡെല്ലാം കഴിച്ച്, മട്ടനുമൊക്കെ അടിച്ച്, ചിക്കനുമൊക്കെ കഴിച്ച്, നല്ല മുട്ട ബിരിയാണി എല്ലാം കഴിച്ച്, ഇപ്പോൾ ബാലസംഘ പിള്ളേർ ചോദിച്ചില്ല, ബാലസംഘമല്ല അംഗനവാടി പിള്ളേർ ചോദിച്ച മുട്ട ബിരിയാണിയൊക്കെ കഴിച്ച് വീണ്ടും ഫ്രഷായി സർവീസിൽ വരാനാണ്. ലോണില്ലാതെ, കടമില്ലാതെ, ദുഃഖമില്ലാതെ അവർ ജീവിച്ച് പോകാനാണ്. ഇതിപ്പോൾ എന്താ പറയുക, DA കിട്ടുമെന്ന് പറഞ്ഞ് ലോൺ എടുക്കുകയും സ്വർണ്ണം പണയം വയ്ക്കുകയും പട്ടിണിയിലൂടെയും പരിവട്ടമായി ജീവിച്ചിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടാതെ, ചോറ് കിട്ടാതെ, രാത്രി ബിരിയാണി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്നത് പോലുള്ള DAയുടെ അവസ്ഥ ഇങ്ങനെയായിട്ടുണ്ട്. എന്തായാലും DA ലയിപ്പിക്കാനാണ് സാധ്യത. അവസാനം DAയിലൊരു തീരുമാനം ഇങ്ങനെ വരാനാണ് സാധ്യത. ഒരു ഗഡു കൊടുക്കാം, ഇലക്ഷന് മുമ്പേ ചിലപ്പോൾ 2 ഗഡു കൊടുത്ത്, രണ്ടാമത്തെ ഗഡു കൂടെ കൊടുത്തേക്കാം. ബാക്കി എന്തായാലും ലയിപ്പിക്കാനാണ് സാധ്യത. അത് ലയിപ്പിച്ചെങ്കിലും കിട്ടിയാൽ സന്തോഷം. ഖജനാവിലേക്ക് ലയിച്ചു പോയാൽ പിന്നെ കിട്ടുന്ന കാര്യം പാടാണ്. എന്തായാലും ഒരു ടെസ്റ്റ് ഡോസിൽ കേരള ഗവൺമെൻറ് വിജയിച്ചു. അതിന് ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കണം, കയ്യടി കൊടുക്കണം, പ്രത്യേകം കയ്യടി കൊടുക്കുന്നു. കാരണം പിണറായി വിജയൻ അല്ലാതെ ഒരാളിനും ഇത് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ അച്യുതാനന്ദനായിരുന്നെങ്കിലും ഇവിടെ സമരം വന്നതിന്. പിണറായി വിജയൻ കണ്ണുരുട്ടിയപ്പോൾ സർവീസ് സംഘടനകൾ തിരുവാതിര കളിക്കാൻ തുടങ്ങി, ഓണാഘോഷത്തിനിറങ്ങി. സർവീസ് സംഘടനകൾ ക്യാമ്പുകൾ നടത്തുന്നു, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു, പിന്നെ ആഘോഷങ്ങൾ നടത്തുന്നു, തിരുവാതിര നടത്തുന്നു, വടംവലി നടത്തുന്നു. എന്തൊരു സന്തോഷമാണ് ഭരണകക്ഷി ആനുകൂല്യ സംഘടനകൾക്ക്. പ്രതിപക്ഷ സംഘടനകൾ വല്ലപ്പോഴും ഒരു കരിങ്കൊടിയൊക്കെ കുത്തി, ഒരു ബാഡ്ജൊക്കെ കുത്തി, അതുവഴി ഇതുവഴിയൊക്കെ പോയി സെക്രട്ടേറിയറ്റ് കയറി 4 ഫയലും നോക്കി ഫ്രണ്ടിൽ വന്ന് 2 വിളിയും വിളിച്ച് അവരങ്ങ് പോകും. ഒരു കാര്യമില്ല. മറ്റവരാണെങ്കിൽ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചു. DA അങ്ങനെ ലയിച്ചാവിയായി പോയി.